ജനങ്ങൾക്കിടയിൽ വലിയൊരു ശതമാനം ആളുകളും അവനവൻ്റെ ഏണിങ്സിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു പുതിയ കാലത്താണ് നമ്മളുള്ളത്. നമുക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ കാരണങ്ങളെന്ന് ഒന്ന് ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ പൊതുവെയുള്ള സമൂഹത്തിൽ മിക്ക ആൾക്കാരും ഒന്നെങ്കിൽ സാലറീഡ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ബിസിനസ് മാൻ ആവാം, അല്ലെങ്കിൽ മാസതലത്തിൽ ശമ്പളം അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനം വരുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അയാളുടെ ജീവിത പ്ലാനിങ്ങൾ നടക്കുക അയാളുടെ വരുമാനത്തിന് അടിസ്ഥാനത്തിനായിരിക്കണം എന്നാണ് ശരിക്കുള്ള നിലപാട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നോർമൽ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്പെൻഡിങ്ങുകളും നടക്കുന്നു, അവിടെ വരുമാനത്തിനൊരു ക്രൈറ്റീരിയ ഇല്ല. മാസം അവസാനം എന്ത് വരുന്നു, വരുമാനം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റിന് കണക്കായിട്ട് സ്പെൻഡിങ് നടത്തുക എന്നുള്ളതല്ല. ഈ സ്പെൻഡിങ് നടക്കുന്നതിനൊക്കെ ആയിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഏണിങ്സ് അയാൾക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തൽ കൂടി അയാളുടെ ബാധ്യതയാണ്. അവിടെ ഭയങ്കരമായ പ്രശ്നം വരുന്നു പറഞ്ഞാൽ ഒരു മാസത്തിന് ശേഷമായിരിക്കില്ല എന്ത് വരിക, ഏണിങ്സ് വരിക. ഏണിങ്സ് വന്നതിന് ശേഷം ഒരു മാസത്തേക്ക് പ്ലാൻ ചെയ്യാം. അതായത് ഒരു കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു നോർമൽ പ്രിൻസിപ്പിൾ തന്നെ ഉണ്ട്. ഈ പ്രോസസ്സ് ഒരു 5 സ്റ്റെപ്പുകളായി നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. സെറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ്. ആദ്യം നിങ്ങളുടെ ആക്ച്വലി ഉള്ള നിങ്ങളുടെ ജീവിതത്തിന് കണക്കായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ആക്ച്വലി ഉള്ള സേവിങ്സുമായിട്ട് ആക്ച്വലി ഉള്ള സ്പെൻഡിങ്ങുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഈ വേരിയൻസിനെ അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, വേരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങൾ എന്താക്കുക, വീണ്ടും റീപ്ലാൻ ചെയ്യുക. അത് അടുത്ത മാസത്തെ അല്ലെങ്കിൽ അടുത്ത നിങ്ങളുടെ ചിലവുകളിലേക്ക് എന്താക്കുക, ഒരു ആക്ഷനാക്കി മാറ്റുക. അല്ലെങ്കിൽ നിങ്ങൾ അതിന് ചേഞ്ച് വരുത്തുക. അത് നിർബന്ധപരമായി നിങ്ങൾ ചെയ്തിരിക്കേണ്ട തന്നെയാണ്. കാരണം സാധാ ഒരു ജീവിതമുള്ള ഒരു മനുഷ്യന് അയാളുടെ ഈ ഒരു മാസത്തെ വരുമാനത്തിന് കണക്കായിട്ടുള്ള ജീവിത ശൈലിയല്ല അല്ലെങ്കിൽ ചിലവുകളല്ല അയാൾ നടത്തുന്നതെങ്കിൽ അടുത്ത മാസത്തെ വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം അയാൾ ഈ മാസം തന്നെ ചിലവഴിച്ചു കഴിഞ്ഞു. ഒരു പോയിന്റിൽ ഇത് നിന്ന് അവസാനം ചിലവുകൾ കൂടുതലും വരുമാനം വളരെ കുറവാകുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ഈ പ്രശ്നത്തിലേക്ക് വല്ലാതെ ലീഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സംസാരിച്ചത് ആദ്യം സ്പെൻഡിങ്ങും അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഏൺ ചെയ്യുമെന്ന് രണ്ടാമത് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇങ്ങനെയുള്ള കെണികളിൽ പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിലേക്ക് വളരെ ഈ കാലത്ത് റെലവൻ്റായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു കൾച്ചറും കൂടി ഇങ്ങനെ കയറി വരുന്നു എന്നുള്ളതാണ്. വലിയൊരു ശതമാനം ആളുകളും എത്രയാണോ വേണ്ടത് ആ നിമിഷത്തിൽ എത്ര എമൗണ്ട് വേണോ അത് ക്രെഡിറ്റ് കാർഡിലൂടെ അവൈലബിൾ ആവുന്ന, അതായത് ഏകദേശം ഒരു കോമൺ മാന് ആവശ്യമുള്ള എമൗണ്ട് അതിൽ നിന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കിട്ടും. എന്നിട്ട് അതിലേക്ക് പിന്നീട് റീഫിൽ ചെയ്യുന്ന രൂപത്തിൽ ഉള്ളൊരു കൾച്ചർ ഇങ്ങനെ വളരെ അധികം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതും യഥാർത്ഥത്തിൽ വലിയൊരു ട്രാപ്പാണ്. വലിയ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ വെച്ച് ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു ക്രെഡിറ്റ് കാർഡിലേക്ക് ഫില്ല് ചെയ്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യുന്ന ചില ആളുകളൊക്കെ പറയാറുണ്ട്, അവന് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഫണ്ട് റോൾ ചെയ്യുന്നതിൽ എക്സ്പേർട്ടാണ് എന്നത് വലിയൊരു ബഹുമതിയായിട്ടോ അല്ലെങ്കിൽ വലിയൊരു കാര്യമായി പറയുന്ന ഒരു സ്ഥിതി ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് മാനേജ്മെന്റ് എന്നൊരു കോഴ്സ് തന്നെ വന്നേക്കും. ഓക്കെ, ഇത് കുറേയധികം കണ്ടൻറ്റുകൾ യൂട്യൂബിലൊക്കെ അത് റിലേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ടോട്ടലി അയാളുടെ ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നെറ്റ് വർത്ത് എറോഡഡ് ആയിട്ട് നെഗറ്റീവായിട്ട് കിടക്കുന്നു എന്നത് എന്തെങ്കിലും ഒരു ദിവസം ഇത് സെറ്റിൽ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഒരു എൻഡിങ് പോയിൻ്റ് ഉണ്ടാവുമല്ലോ, അറ്റ്ലീസ്റ്റ് ആ വ്യക്തി മരിക്കെങ്കിലും ചെയ്യുമല്ലോ, ആ സമയത്ത് ഇൻക്രെഡിറ്റ് ആയിരിക്കും എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ടോട്ടൽ എക്കണോമിക്ക് തന്നെ നെഗറ്റീവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്രെഡിറ്റ് കാർഡിന് ഒരു പോസിറ്റീവ് സൈഡ് വേറൊരു സെഗ്മെന്റിൽ ഉണ്ടെങ്കിൽ പോലും അതിനെ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ മിക്ക ആൾക്കാർക്കും പറ്റുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം അത് അറിയാൻ പറ്റുന്ന രൂപത്തിലും അല്ല ഇവിടുത്തെ എക്കണോമി എത്രക്കും കോംപ്ലക്സ് ആണ് എന്നുള്ളതും കൂടിയുണ്ട്. അവിടെ ക്രെഡിറ്റ് കാർഡ് മാനേജ് ചെയ്യാനുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു എക്സ്ട്രീമായിട്ടുള്ള സ്ട്രാറ്റജിയോ ബിൽഡ് ചെയ്യാനൊന്നും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കഴിയുമെന്ന് തോന്നുന്നില്ല.
ആ ഒരു സ്ഥിതിയിൽ ബാങ്കുകൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തും. വലിയ രൂപത്തിൽ ക്രെഡിറ്റ് കാർഡും ഇതേപോലെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വിൽക്കുകയാണ് അവർ ഈ പറഞ്ഞ ബാങ്കുകൾ. എന്തുകൊണ്ടാണ്? അത് അവർക്ക് ലാഭമാണ് അൾട്ടിമേറ്റ്ലി. എന്തായാലും സമയം വരുമ്പം അടക്കാൻ കഴിയുന്ന രൂപത്തിലല്ല ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി ഉള്ളത് എന്നുള്ളത് ബാങ്കുകൾക്കറിയാം. അത് അവർ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മുടെ സൊസൈറ്റി ഭയങ്കരമായിട്ട് അതിൽ കെണിയിൽ പെട്ടു നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എൻ്റെ നല്ല ക്ലോസ് ആയ ഒരു കൂട്ടുകാരന് 16,000 രൂപയാണ് മൂപ്പരുടെ ശമ്പളം. അല്ലെങ്കിൽ ഇപ്പോൾ 16, 20, 21 ആയിരിക്കട്ടെ. ഈ 21,000 ശമ്പളത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഭാര്യ വീട്ടിൽ ചിലവിന് കൊടുക്കണം. 4,000 രൂപയോളം ഭാര്യ വീട്ടിൽ ചിലവിന് കൊടുക്കണം. 4,000 രൂപയുടെ അദ്ദേഹത്തിൻ്റെ സാധാ ജോലി സ്ഥലത്തേക്കുള്ള ട്രാവലിന് വേണ്ടിയുള്ള മാത്രം സ്കൂട്ടിക്കുള്ള എക്സ്പെൻസ് മാത്രം 3,000-4,000 എനിക്ക് ഒരു നല്ല കിലോമീറ്റർ ട്രാവലുണ്ട്. അപ്പോൾ 8,000 രൂപ അവിടെ ചിലവായി. ഒരു 16,000 അല്ലെങ്കിൽ 20,000 ശമ്പളം കിട്ടുന്ന ഒരാളുടെ 8,000 രൂപ അപ്പോൾ തന്നെ കഴിഞ്ഞു. ഇതിൽ മൂപ്പരുടെ പാരൻസിന് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടൊരു താല്പര്യം ഉണ്ടാവില്ല എൻ്റെ പാരൻസിന് ഞാൻ ഫണ്ട് ചെയ്യുക എന്നുള്ളത്. ഇതിന് ശേഷം ഇത് കഴിഞ്ഞ് ഇനി അവരുടെ കുട്ടിക്കുള്ള നീഡ്സ്, അവരുടെ വൈഫിനുള്ള നീഡ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾക്കൊരു നീഡ്സിന് എപ്പോഴും അയാൾ അതിന് ഫണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ എപ്പോൾ അയാളുടേതായ രീതിയിലുള്ള സമ്പാദ്യം അല്ലെങ്കിൽ സേവിങ്സ് ഇത് ചെയ്യുക എന്നുള്ളത് വലിയ ചോദ്യമാണ്. അല്ലെങ്കിൽ അതിന് ശേഷം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഒരു അബ്നോർമൽ കേസ്, ഒരു ഹോസ്പിറ്റൽ കേസ്, അല്ലെങ്കിൽ ഒരു ഇൽനെസ്, ഒരു ആക്സിഡൻറ്റ് കേസ്, എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ ടയർ മാറ്റുക, അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു റിപ്പയർ വരിക എന്നുള്ളത് നമുക്ക് പുറമേ ചിന്തിക്കുമ്പോൾ ഒരു മൈനർ എക്സ്പെൻസ് ആയിരിക്കാം, ഒരു 1,000-2,000 രൂപ. അത് അയാൾ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് ശരിക്കും ഞാൻ പേഴ്സണലി വല്ലാണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ ഏണിങ്സ് അയാൾക്ക് എത്രത്തോളം സഫീഷ്യൻ്റ് ആവുന്നുള്ളത് ഒരു നോർമൽ പബ്ലിക്കിൽ മിക്ക ആൾക്കാരും, കേരളത്തിൽ ജീവിക്കുന്ന കുറേ ഒരു ശതമാനം ആൾക്കാരും ജീവിക്കുന്നത് ഒരു 25,000 അതിൽ കുറവോ സാലറിയിലാണ്. അപ്പോൾ ഞാൻ മനസ്സോട് വിചാരിക്കുന്നത് എന്ത് അത്ഭുതത്തിലാണ് ഇവർ ജീവിച്ചു പോകുന്നത് എന്നുള്ളതല്ലോ. അതായത് അവരുടെ ധൈര്യം എന്താണ്, അവർ ആ ഏണിങ്സ് കൊണ്ട് എത്രത്തോളം സാറ്റിസ്ഫാക്ടറി ആയിട്ടാണ് ജീവിച്ചു പോകുന്നത്, അവരുടെ ഉള്ളിലുണ്ടാകുന്ന പ്രഷർ എന്താണെന്നൊക്കെ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അത് ശരിയാണ്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഉള്ള ഏണിങ്സിനനുസരിച്ച് ജീവിതത്തെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സേവിങ്സ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ടയെ അല്ലാത്തൊരു പ്രശ്നമുണ്ട്. കുറച്ച് എമൗണ്ടെങ്കിലും സേവിങ്സിന്, ഇപ്പം നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു എന്താണ് കണ്ടിൻജൻസി വരികയാണെങ്കിൽ, ഒരു പെട്ടെന്ന് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഇൻക്ലൂഡിങ് ടയർ പൊട്ടുന്നതാവട്ടെ, അല്ലെങ്കിൽ എന്തൊരു ഹോസ്പിറ്റൽ കേസാവട്ടെ, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഒരു സംഭവത്തെ മീറ്റ് ചെയ്യാൻ ആ സമയത്ത് മറ്റാരുടെങ്കിലും എടുത്ത് കടം വാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഈ കടം വീട്ടാൻ അയാളുടെ കയ്യിൽ ഫണ്ടില്ലല്ലോ. ഈ 1,000 വീട്ടാൻ ഇയാൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചിന്തിക്കാറ്. അത് അങ്ങനെ വരുമ്പോൾ അയാളുടെ ബഡ്ജറ്റ് ആകെ പൊട്ടുന്നുണ്ട്. പിന്നെ അത് മാനേജ് ചെയ്യാൻ റോളിംഗ് ആണ് സംവിധാനമായിട്ട്. ഒരു കണക്കിന് ഈ കടം കൊടുക്കുന്നു, കടം വാങ്ങുന്നു എന്ന കൾച്ചർ പ്രത്യേകിച്ച് ഒരു ഏരിയയിലേക്ക്, മലബാർ റീജിയനിലൊക്കെ നന്നായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് ഉള്ളിടത്ത് ഈ പ്രശ്നങ്ങൾക്ക് എപ്പം കണ്ടിൻജൻസി ഉണ്ടെങ്കിലും സുഹൃത്തിനെ വിളിക്കുക എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അത് പോസിറ്റീവ് തന്നെയാണ്. അതേസമയത്ത് ഇത് ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഇതില്ലാത്ത ആളുകളുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഇത് തിരിച്ചു കൊടുക്കണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു സേവിങ്സിൻ്റെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അത് ചെറിയ 16,000 സാലറി ഉള്ളവനാവട്ടെ, 20,000 സാലറി ഉള്ളവനാവട്ടെ, 25,000 ആവട്ടെ, 30,000, എത്രയാണെങ്കിലും അതിലൊരു നിശ്ചിത പെർസെൻറ്റേജെങ്കിലും സേവിങ്സിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാൻ കഴിയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 16,000 ഉള്ളവന് 1,000 രൂപ സേവിങ്സിലേക്ക് ഒരു പക്ഷേ മാറ്റി വെക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അജണ്ടയായി അല്ലെങ്കിൽ ഒരു പ്ലാനായിട്ട് തന്നെ ഉണ്ടാവണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഉണ്ട് എങ്കിൽ ഒരു ചെറിയൊരു ശതമാനം വരെ ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയും. ഇനി മറ്റൊരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സേവിങ്സിലേക്ക് ഫസ്റ്റിൽ തന്നെ സേവിങ്സ് ഉണ്ട് എങ്കിൽ അയാളുടെ പ്രഷർ എത്രത്തോളം സേവ് ചെയ്യുമെന്നുള്ള, അല്ലെങ്കിൽ അയാൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ജീവിക്കേണ്ട സ്ഥിതി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം നേരത്തെ സേവിങ് ഉണ്ടെങ്കിൽ അവനാൻ തന്നെ ഏൺ ചെയ്തതെന്നാണ് കൊടുക്കുന്നത്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, അയാൾ ഒരാളുടെ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഇത് കൊടുത്തത് എങ്കിലും നെക്സ്റ്റ് മന്തിൽ അയാളുടെ സാലറി ഈ പറഞ്ഞ എമൗണ്ട് തന്നെയാണ് കൂടുന്നില്ല. അങ്ങനെയെങ്കിൽ സംഭവിക്കുന്നത് എന്താ അറിയോ,
ഈ വാങ്ങിയ പണം ചോദിച്ചിട്ട് അല്ലെങ്കിൽ കടം ചോദിച്ച് വാങ്ങിയ ആൾ വിളിക്കും, സ്വാഭാവികമായിട്ട് ഇത്ര ഒരു കാലാവധി പറഞ്ഞിട്ടായിരിക്കും. ആ വിളിക്കുന്ന സമയത്ത് എടുത്തു കൊടുക്കാൻ അയാൾക്ക് ഈ പറഞ്ഞ ഏറിയാൽ 1000-2000 ഓരോ മാസവും അയാൾക്ക് മാറ്റി വെക്കാൻ ഉണ്ടാവുള്ളൂ. ഈ ഒരൊറ്റ കടത്തിൻ്റെ പേരിൽ പിന്നീട് അയാൾ കുറേ അധികം മാസങ്ങൾ ഇങ്ങനെ റോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സ്ട്രെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിൽ പകരം നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒരു 1000 മാറ്റി വെക്കുകയാണെങ്കിലോ, ഇതേ ആക്ടിവിറ്റി തന്നെ നേരത്തെ ചെയ്യുന്നതാണ് ഓരോ 1000 വെച്ച് മാറ്റി വെക്കുന്നു എന്നുള്ളത്. ഇയാൾ ഇതിൽ സ്ട്രെസ് അനുഭവിക്കുന്നില്ല. ഓരോ എമൗണ്ട് മാറ്റി വെക്കുന്നു, ആവശ്യം വരുന്ന സമയത്ത് സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അവനവൻ്റെ തന്നെ ഇൻകം അവിടെ ഉള്ളത് കൊണ്ട് അതങ്ങ് നടന്നു പോകുന്നു. ഇതിലൊരു സൈക്കോളജിക്കൽ ഫാക്ടർ കൂടെ കാണണം യുവതലമുറ അല്ലെങ്കിൽ എല്ലാ ഏണിംഗ് കമ്മ്യൂണിറ്റിയും എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇത് നമ്മുടെ ചെറിയ അല്ലെങ്കിൽ ഒരു മിനിമൽ ചിലവുകളൊക്കെയാണ്. അപ്പോൾ ഇതേ എക്സാമ്പിളിന് ബാക്കിയായിട്ട് എനിക്ക് തന്നെ പേഴ്സണലി അറിയുന്ന ഒരാളുണ്ട്. മൂപ്പരുടെ ശമ്പളം എനിക്കറിയാം 16,000 രൂപ. 16,000-17,000 രൂപയാണ് ശമ്പളം. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം വന്നു. ഈ മകളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഞാനും അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞ പാടുള്ള സമയമായതുകൊണ്ട് ഞാനും അവരും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്ലാനിങ്ങുകൾ അന്ന് വീടിൻ്റെ റിനോവേഷൻ നടത്തി, അതിനുശേഷം കല്യാണം നടത്തി, അതിൻ്റെ സൽക്കാരം നടത്തി. അന്ന് ഞാൻ മൂപ്പരുടെ ബഡ്ജറ്റ് ഗോൾഡ് വാങ്ങി. അത് ഞാൻ മൂപ്പരോട് ചോദിച്ചു, ഇത്ര നമുക്ക് നടക്കുമോ, നമ്മുടെ ബഡ്ജറ്റിൽ ഇത്ര ഗോൾഡ് പറ്റുമോ? അപ്പോൾ മൂപ്പർ എന്നോട് പറയുന്നത്, സിനാനെ എന്തായാലും ഇത്ര ബഡ്ജറ്റ് ഇത്ര കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. രാത്രിത്തെ ഭക്ഷണങ്ങൾ പറയുന്ന സമയത്ത് 2-3 വിഭവങ്ങൾ ആ നാട്ടിൻ്റെ കൾച്ചറാണ്. എന്തായാലും തന്നെ കൊടുത്തു. എനിക്കിപ്പോഴും ഓർമ്മ, ഒരു ഞായറും തിങ്കളും ആയിരുന്നു കല്യാണം. അപ്പോൾ തലേന്ന് രാത്രി ഇത്ര വിഭവങ്ങൾ കൊടുക്കണം നിർബന്ധമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിലപ്പോൾ അയാളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, അല്ലെങ്കിൽ കല്യാണത്തിന് വന്ന ആൾക്കാർ അയാളെ വിലയിരുത്തിയേക്കാം ഇയാൾ ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ അതേസമയം നമ്മൾ ചിന്തിക്കേണ്ടത് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോർ ദ ആക്ച്വൽ എന്ന് പറഞ്ഞിട്ട് കോസ്റ്റിങ്ങിലൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ട്. അതായത് ആക്ച്വലി ഉള്ള നിനക്കുള്ള സ്റ്റാൻഡേർഡുകൾ നീ ഫിക്സ് ചെയ്യുക. അത് നീ വില കുറച്ച് കാണിക്കുക എന്നുള്ളതല്ല. പക്ഷേ ഇത്രയും വലിയൊരു ബേർഡൻ ഞാൻ ഇങ്ങനെ മനസ്സോട് ചിന്തിച്ചു, ഒരു മാസം 16,000 ശമ്പളം കിട്ടുന്ന ആൾക്ക് ഒരു കൊല്ലത്തിൽ 1,60,000 32 1,92,000 ശമ്പളം. അത് 10 കൊല്ലത്തിൽ 19 ലക്ഷമാണ് വരിക. ഇയാളുടെ ഈ ഒരു കൊല്ലത്തെ അല്ലെങ്കിൽ ഈ 2 ദിവസത്തെ പരിപാടിക്കുള്ള ചിലത് മാത്രം 20-21 ലക്ഷമായി. കല്യാണത്തിന് മാത്രം ഈ 20-21 ലക്ഷം മുപ്പര്. അതായത് വീടിൻ്റെ റിനോവേഷൻ, കല്യാണം, തക്കാരം, ഇത് 3 കൂടി കഴിയുമ്പോൾ 21 ലക്ഷം എന്ന് പറയുന്നത് ഇയാളുടെ 10 കൊല്ലത്തെ ശമ്പളത്തിൽ ഇയാൾക്ക് ഒന്നും ചിലവാക്കാന്നാൽ റീപേയ്മെൻ്റ് ആക്കാൻ കഴിയില്ല. പിന്നെയും 1 ലക്ഷം ബാക്കിയുണ്ട്. ഞാൻ അവരോട്, നിങ്ങൾ എങ്ങനെ ഈ കടം വീട്ടാൻ പോണേ? അപ്പോൾ അതൊന്നും എനിക്കറിയില്ല സിനാനെ. അപ്പോൾ മൂപ്പരൊരു ബാധ്യത തീർത്തു, എൻ്റെ മകളുടെ കല്യാണം തീർക്കുക എന്നുള്ളത്. അതേസമയം വലിയൊരു ബാധ്യത തലയിലെടുത്ത് വെച്ച് അതിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം ആ മാനസികാവസ്ഥയെ ഓവർകം ചെയ്യുക? ഇതൊക്കെ എനിക്ക് വലിയ അത്ഭുതമാണ്. അതിൽ കുറേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ടാവാം, കുറേ ആൾക്കാർ സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ എന്നാൽ പോലും അതിലൊരു എലമെൻ്റ് ഉണ്ടല്ലോ, ഈ തക്കാരങ്ങൾ അല്ലെങ്കിൽ ഈ കല്യാണ ദിവസങ്ങൾ അന്ന് കൊടുക്കേണ്ട ഗോൾഡിൻ്റെ കണക്ക്. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കോഴിക്കോട് ഭാഗത്തിൻ്റെ കുറച്ചപ്പുറം ഒരു പേരാമ്പ്ര ഭാഗത്ത് മിനിമം 100 പവൻ ഭാര്യയ്ക്ക് ഈ സ്ത്രീധനമായി കൊടുക്കും. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, സ്ത്രീധനം ഇപ്പോഴും നിലവിലുണ്ടോ? അവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ടായത്രേ, 10 പവനാണ് മഹർ വെക്കുന്നതെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലൈഡ് ബൈ 10, 100 പവൻസ് ദേ ഹാവ് ടു റിട്ടേൺ ബാക്ക്. അല്ലെങ്കിൽ 16 പവനാണ് കൊടുക്കുന്നെങ്കിൽ ദേ ഹാവ് ടു റിട്ടേൺ ബാക്ക് 160 പവൻ. ആൻഡ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ 75 പവനായതിൻ്റെ 100 പവൻ പറഞ്ഞ് 75 പവനാവുന്നതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കുത്തുന്ന ഫാമിലികളുണ്ട്. അല്ലെങ്കിൽ അത് ഡൈവോഴ്സിൻ്റെ റീസൺ ആവുന്നതൊക്കെ ഉള്ളത് എനിക്ക് എന്തോ ഒരു പുതിയൊരു നോളജ് കിട്ടുന്ന പോലെയാണ് ഞാൻ കഴിഞ്ഞ മാസം അത് കേൾക്കുന്നത്. അതിൽ എത്രത്തോളം ഉണ്ട്, ആ ചെലവുകൾ എത്രത്തോളം ഉണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. ഇതിൽ സൊസൈറ്റി വെക്കുന്ന കുറച്ച് സ്റ്റാൻഡേർഡുകളാണ്. സ്റ്റാൻഡേർഡുകൾ പറഞ്ഞാൽ ഇങ്ങനെയെങ്കിലും ഉണ്ടാവണം എന്ന് സൊസൈറ്റി വെക്കുന്നു എന്ന്. സൊസൈറ്റി മീൻസ് അത് പലരിലൂടെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അത് വീട്ടിലെ ഉമ്മയായിരിക്കാം, അല്ലെങ്കിൽ വല്യമ്മയായിരിക്കാം, ചിലപ്പം അമ്മായിമാരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. കല്യാണത്തിന് വന്ന ആരെങ്കിലും അവരൊക്കെ ഇത് ഇങ്ങനെയെങ്കിലും ഇല്ലാത്തത് ഒരു കുറവാണ്
എന്ന് പറയുന്ന സ്ഥിതിയും, അത് ശരിക്കും ഇയാൾ ഇവിടെ ഇത് റെഫർ ചെയ്യാൻ ഇതിന് ബുക്സ് ഒന്നുമില്ലല്ലോ, കല്യാണം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് റെഫർ ചെയ്യാൻ ഒരു ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്, അയാൾ ഇവരൊക്കെ പറയുന്നതിനെ വേദവാക്യമൊക്കെ എടുത്തിട്ട് അവരെന്ത് ചെയ്യും, അതുപോലെ അങ്ങ് കല്യാണം നടത്തും. ഇയാളുടെ ഏണിങ്സുമായിട്ട് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ശരിക്കും ഈ പറയുന്ന ആളുകൾക്ക് ഇയാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതിൽ അയാളുടെ ഏണിങ്സ് പാർട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരു മെൻറ്റാലിറ്റിയും ഇല്ലാത്ത ആളുകളായിരിക്കും, ചിലപ്പോൾ അതിൽ ഒരു റോളും ഇല്ലാത്തവരായിരിക്കും, ചിലപ്പോൾ അറിയ പോലും ഇല്ലാത്തവർ, ചിലപ്പോൾ അറിഞ്ഞിട്ടും പറയും എന്നുള്ളത് അത് വലിയൊരു ദ്രോഹമാണത് ഞാൻ മനസ്സിലാക്കുന്നത്. കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളോട് ശരിക്ക് അല്ലെങ്കിൽ അത്ര വലിയ രൂപത്തിൽ സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റിയിലോട് മിനിമത്തിൽ സ്പെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുണകാംക്ഷ ഉള്ള ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാത്ത ആളുകൾ എന്താ കൂടുതൽ സ്പെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളെ കൊണ്ട് നിരന്തരം നിർദ്ദേശിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അയാളുടെ നന്മ കാണുന്ന ആളുകളായിരിക്കും തോന്നുന്നില്ല. സൊസൈറ്റിയിൽ കല്യാണം ചെറുതായി വലുതായി എന്നതുകൊണ്ട് എന്ത് ഇമേജാണ് ഉണ്ടാക്കിയാൽ തന്നെ എത്ര കാലം ഉണ്ടാവും ആ ഇമേജ് എന്നുള്ളത് ഒരു പ്രധാനമാണ്. സത്യം. അതായത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കല്യാണം കഴിക്കൂ, അത് ഭയങ്കരമായി പൊലിപ്പിക്കുക, അത് ഭയങ്കരമായി എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മണ്ടത്തരാണ്. ആ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ത്രൂ ഔട്ട് ദ ലൈഫിൽ ആ ബേർഡിനെ തലക്ക് വെക്കുകയാണെങ്കിൽ ആ കല്യാണം നിങ്ങൾക്കൊരു മാനസികമായിട്ടൊരു പിരിമുറുക്കുണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആയിട്ടല്ലേ. എൻ്റെ കല്യാണം കാരണമാണ് എനിക്ക് ഇത്രയും കാലം ചിലവ് വരുന്നതല്ലേ ചിന്തിക്കുക. ഇത്രയും കടണ്ടായത് ഞാനത് പലപ്പോഴും ചില ആളുകളൊക്കെ ഈ അടുത്ത് മരിച്ചു പോകുന്ന സമയത്ത് അയാളുടെ പേരിൽ ഇത്ര കടമുണ്ട് എന്ന് ഞാൻ പല ആൾക്കാരുടെ പേരിലും അങ്ങനെ കേൾക്കുന്നുണ്ടായി. ആരാണ് ഇയാളുടെ പേരിൽ ഇത്ര കടമുണ്ടാക്കിയത്? ഒന്നെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഏതോ ഒരു കല്യാണത്തിൽ നിന്ന് കയറി വന്ന കടയായിരിക്കും, അല്ല എങ്കിൽ വീട് വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കടയായിരിക്കും, അതുമല്ല എങ്കിൽ സംഭവിക്കുക ഏതെങ്കിലും ബിസിനസ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട കടയായിരിക്കും. ഓക്കെ, ബിസിനസ് എന്നുള്ളത് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് കണ്ടെത്തിയൊരു അത് ഫെയിലായി പോയി എന്നെങ്കിൽ പറയും. മറ്റ് രണ്ടും സൊസൈറ്റി കൊടുക്കുന്ന വലിയ നെഗറ്റീവായിട്ടുള്ള ഒരു സ്ട്രോക്കാണത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയെ ഇല്ലാണ്ടാക്കുന്നത് അയാളുടെ ചുറ്റും ജീവിച്ച കുറേ ആളുകൾ ചേർന്നിട്ട് അയാളെ പെരും കടത്തിലേക്ക് തള്ളിയിട്ട്, ആ കടം എന്നുള്ളത് ഓക്കെ, കടം വീട്ടാൻ വേണ്ടിയിട്ട് ആര് സ്വത്ത് എന്നുള്ള ഇമ്പാക്റ്റിലല്ല, അയാളുടെ ജീവിതം ആലോചിച്ച് നോക്കുക. ആ കടം ഉണ്ടായത് മുതൽ അയാൾ മരിക്കുന്നവരെയും അയാളുടെ തലയിൽ ഈ കടത്തെക്കുറിച്ചിട്ടുള്ള ബോധവും സ്ട്രെസ്സും ഉണ്ടാവില്ലേ. അയാൾ സ്ഥിരമായി ദുആ ചെയ്യുന്നത് എന്തായിരിക്കും, എൻ്റെ കടം വീട്ടണമെന്നായിരിക്കില്ലേ. അപ്പോൾ അത്രക്കും അയാളുടെ മനസ്സിനെ പിരിമുറുക്കം സൃഷ്ടിക്കുന്ന ഒരു വലിയ കാര്യം സൊസൈറ്റിയിലുള്ള കൾച്ചർ കാരണം കയറി വരുന്നു എന്നത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള, നമ്മൾ ഇനിയും അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട് എന്നത് വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ള ഒരു സ്ഥിതിയായിട്ട് തോന്നുന്നു. സത്യമാണ്. ഇത് ഈ ഭക്ഷണം അല്ലെങ്കിൽ തക്കാരം കല്യാണം ഇതിലേക്ക് തന്നെയാണ് ഒന്ന് വരിക. ഇതിനാൽ നമ്മൾക്ക് ഒരു എന്താ പറയുക, ഒരു പുകമറ പോലെ വെക്കുന്നത് പറഞ്ഞാൽ പൊതുവെ അത് സുന്നത്താണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്താക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഭക്ഷണമാക്കിയാൽ പുറത്ത് നിന്ന് ആൾക്കാർ എനിക്ക് ആരെങ്കിലും ഒരു അതിഥി ഉണ്ടോ എന്നൊക്കെ തപ്പി വന്നിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വെക്കുക. പക്ഷെ എന്നാലും ഈ പരിപാടിയിൽ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തല്ല, ഒരു അതിഥി സൽക്കാരം എന്നതിനേക്കാൾ ഉപരി ഒന്നെങ്കിൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ പോയി കാണുന്നു, അത് അവിടുത്തെ സ്റ്റാൻഡേർഡുകളെ നോക്കുക, അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർത്തിനെ നോക്കുക, അസസ് ചെയ്യുക, അല്ലെങ്കിൽ അന്ന് ആ ബ്രൈഡ് ഇട്ട ഗോൾഡിൻ്റെ കൗണ്ട് നോക്കുക, അല്ലെങ്കിൽ ആ വീടിൻ്റെ ആസ്തി നോക്കുക. ഇതൊക്കെയാണ് ചിലപ്പോൾ നടന്നു വരുന്നുണ്ടാവുക. അതായത് അതിഥി സൽക്കാരത്തെ എന്ത് വെച്ച് ഒരു ഹറാമ വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് എപ്പോഴും. അതേസമയം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെതിരായി സംസാരിച്ച അല്ലെങ്കിൽ ഇതിനെതിരായി നിലപാടെടുത്ത ഒരു മനുഷ്യന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ഭയങ്കര വലുതാണ്. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ തക്കാരം ക്യാൻസലാക്കുന്ന സമയത്ത് എൻ്റെ ഫാമിലിനെ കൺവിൻസ് ചെയ്താൽ മാത്രം പോരാ, അതായത് എൻ്റെ ഫാമിലിയുടെ ഫാമിലി നെയ്ബേഴ്സ്, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വരെ ആ പരിപാടി നടത്തിയിട്ടില്ല അല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ ഭാര്യ വീട്ടുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവരത്ര സപ്പോർട്ടീവ് അല്ല എന്നൊക്കെ, അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളത് തന്നെ ഒരു ബാധ്യതയായി മാറി. ഈ പരിപാടി ക്യാൻസൽ ചെയ്യുമ്പോൾ ഓൾറെഡി ചിന്തിക്കേണ്ടത്
ഇതിനുള്ള ഉത്തരം കൂടി കണ്ടുപിടിക്കുക. അതൊരു പ്രഷറായി മാറുക എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ചില മാതൃകാപരമായിട്ടുള്ള കുറച്ച് കല്യാണങ്ങൾ ഇങ്ങനെ കാണാണ്ടായി. നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാർ തന്നെ, പക്ഷേ അയാൾ കുറച്ച് ആളുകളെ യൂസ് ചെയ്ത് വിളിച്ചിട്ട് അതിലുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമൽ വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാന്യമായിട്ടുള്ള തന്നെ ഒരു ബിരിയാണിയോ അങ്ങനത്തെ ഒരു ഗസ്റ്റിന് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ, അതായത് മാന്യമായിട്ടുള്ളൊരു ഭക്ഷണം തന്നെ, എന്നാലും അതിൽ വലിയ രൂപത്തിലുള്ള ആർഭാടങ്ങളൊന്നും ഇല്ലാത്തതായിട്ട് ഇങ്ങനെ കാണാനുണ്ട്. ഇങ്ങനെ കുറച്ച് ആളുകൾ സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവർ തന്നെ അതിൽ ആ രൂപത്തിൽ കുറച്ച് മാതൃകകൾ സൃഷ്ടിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഓക്കെ, ഇല്ലാത്തവന് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാതൃക വെച്ചിട്ടുകൊണ്ട് ഓക്കെ അയാൾ അങ്ങനെയാണ് നടത്തിയത്, എനിക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നടത്താൻ പറ്റും എന്നുള്ള രൂപത്തിൽ കുറച്ച് സൊസൈറ്റിയിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരേണ്ട സമയമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഈ സോഷ്യൽ മീഡിയ ആണല്ലോ മോഡലുകളായിട്ട് തന്നെ വരുന്നത്. ഈ സമയത്ത് ഒരു തരത്തിൽ വല്ലാതെ രീതിയിൽ ഇതിനെ എക്സ്പോസ് ചെയ്യുമ്പോൾ അതൊരു മോഡലിംഗ് ആവുന്നത് പോലെ തന്നെ. ഇപ്പം റീസെൻ്റായിട്ട് ജോസഫ് എന്നൻകുട്ടി ജോസിൻ്റെ കല്യാണം കഴിഞ്ഞു. ദാറ്റ് വാസ് വെരി പേഴ്സണൽ, വെരി മിനിമൽ. അത് അത്രയും മൂപ്പരുടേതായ പേഴ്സണൽ, അത് ആൾക്കാർ ക്ഷണിക്കേണ്ട, ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാന്നല്ല, പക്ഷെ മൂപ്പരുടെ കാരണം അദ്ദേഹത്തിന് അത്രയും കണക്ഷൻസ് കോൺടാക്റ്റ് ഒക്കെയുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കല്യാണം ഹി വാണ്ട്സ് ടു ബി അറ്റ് വെരി മിനിമൽ, അത്രയും ചെറുതായി നടത്തുക. അല്ലെങ്കിൽ മൂപ്പരുടെ അത് ആരെയും എക്സ്പോസ് ചെയ്യാൻ വരെ താല്പര്യമില്ല മൂപ്പർക്ക്. അവിടെയും മോഡലുകൾ ജനിക്കുന്നുണ്ട്. അതായത് ഇതിങ്ങനെയല്ല നടത്തേണ്ടത്, വേറെ രീതിയിലും വളരെ സുന്ദരമായി ഇത് നടത്താമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന മോഡലുകളും ഇപ്പോഴെന്താണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ റീസെൻ്റ്ലി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, അതായത് എങ്ങനെ ആയിരിക്കണം കല്യാണം എന്നുള്ളത്. അതായത് മിക്ക ആൾക്കും അറിയില്ലാത്തത് എന്താണ്, അതായത് നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞു, ഇനി നമ്മളിങ്ങനെ കല്യാണം നടത്തേണ്ടത് നമ്മളിങ്ങനെ പറഞ്ഞുതരാൻ പറഞ്ഞാൽ ഓരോരാളുടെയും കല്യാണങ്ങൾ അയാളുടെ താല്പര്യങ്ങളും അയാളുടെ സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ 10 ലക്ഷമായിരിക്കണം നിങ്ങളുടെ കല്യാണത്തിൻ്റെ കോസ്റ്റ് ലിമിറ്റ്, അങ്ങനെ അല്ലെങ്കിൽ 15 ലക്ഷം ആയിരിക്കണം, 20 ലക്ഷം ആയിരിക്കണം, നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം എന്ത് പറയാന്ന് പറഞ്ഞാൽ യു ക്യാൻ പ്ലാൻ ബിഫോർ ദ മാരേജ്. ഒരു 1-2 മാസം മുന്നേ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇന്നതൊക്കെ ആയിരിക്കും എൻ്റെ ചിലവ് വരിക, എൻ്റെ ഭക്ഷണത്തിന് ഇത്ര ആൾക്കാരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിന് ഇത്ര ചിലവ് വരും, എൻ്റെ പന്തൽ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ പെയിൻ്റ് അടി അല്ലെങ്കിൽ വീട്ടിൻ്റെ റീകൺസ്ട്രക്ഷൻ ഇങ്ങനെ ആയിരിക്കണം, ഇതിനൊക്കെ എൻ്റെ കയ്യിൽ ഇത്ര എൻ്റെ സേവിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഈ 1.5 കൊല്ലങ്ങൾക്ക് ഉള്ളിൽ എനിക്ക് വരാൻ പോകുന്ന കടങ്ങളൊക്കെ എനിക്ക് റീപേയ്മെൻറ്റ് നടത്താൻ പറ്റും, അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്ന കടങ്ങൾക്കൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഏർണിങ്സ് എനിക്കുണ്ട്, എനിക്ക് ഈ ഇത്ര മാസത്തെ സാലറി കിട്ടിയാൽ അതിൽ നിന്നുള്ള സേവിങ്സ് കൊണ്ട് എനിക്ക് റീപേയ്മെൻറ്റ് നടത്താൻ പറ്റും. കാരണം കടം വാങ്ങാതെ ഒരു അതായത് കടം വാങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് കടങ്ങൾ വാങ്ങിയാൽ പോലും അത് തിരിച്ചടക്കാനുള്ള ഏർണിങ്സിൻ്റെ ഒരു പക്ക എക്സ്പെക്റ്റേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതും നിർബന്ധമാണ്. ഇനി അതില്ല, അത്തരമില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിൽ നിങ്ങൾ കട്ട് ഷോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമുകൾ കല്യാണമാവട്ടെ വേറെന്തോ ആവട്ടെ കട്ട് ഷോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് കണക്കായി പ്ലാൻ ചെയ്യുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. നമ്മളിപ്പോൾ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാന്യമായൊരു വാഹനം, ചിലപ്പോൾ കാറാവട്ടെ ബൈക്കാവട്ടെ മറ്റ് വാഹനങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഒരു വീട്, ഇതൊക്കെ ആവശ്യം തന്നെയാണല്ലോ. ഇത് വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് വാങ്ങേണ്ടത്, ഇങ്ങനൊരു പ്ലാനിങ് കൂടെ ശരിക്കും ആവശ്യമുണ്ട് തോന്നുന്നുണ്ട് ആൾക്കാർക്ക്. സ്വാഭാവികമായിട്ടും അവർ എപ്പോഴാണ് ഇത് വാങ്ങൽ യൂഷ്വലി ഇപ്പോൾ സമൂഹത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചാൽ എപ്പോഴാണോ പ്രഷർ വരുന്നത് അപ്പം വാങ്ങും, അല്ലെങ്കിൽ എപ്പോഴാണോ ആഗ്രഹം വരുന്നത് അപ്പം വാങ്ങും. ഇതാണ് ഉള്ളത്. ഇതിനെ നമുക്കൊന്ന് എപ്പം ചെയ്യണം എന്നുള്ളത് ഒരു പ്ലാനിങ് കൊടുക്കാൻ നമുക്ക് കഴിയുമോ? അത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, കൊച്ചിൻ KPMGയിൽ CA ക്വാളിഫൈഡ് ആയ ഒരു CA ആവുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഫിനാൻഷ്യലി സ്റ്റേബിളായ ഒരു ജോലി കിട്ടുക എന്നൊക്കെയാണല്ലോ. അപ്പം ഈ കൂട്ടുകാരൻ എന്നോട് അതിന് ശേഷം ഒരിക്കൽ എന്നോട് ഞാനും അവനും കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് സംസാരിച്ചിട്ടുണ്ടായി, സിനാനെ നമ്മളെപ്പോഴാണ് ഒരു കാറ് വാങ്ങുക, അതായത് നമ്മുടെ ശമ്പളം ഒരു 90,000 അല്ലെങ്കിൽ 80,000, അതിൽ നമുക്ക് ഇന്നതൊക്കെ ചിലവുണ്ട്, അപ്പം നമുക്കൊരു 40,000 35,000 സേവ് ചെയ്യാൻ പറ്റി. ഒരു കാറിന് ഒരു 12 ലക്ഷം വെച്ചാൽ 35,000 ഒരു മാസത്തെ സേവിങ്സ് വെച്ച് നമ്മൾ എപ്പോഴാണ് കാറ് വാങ്ങുക? 35,000 × 12 ഒരു 4 ലക്ഷം ഒരു കൊല്ലം. അങ്ങനത്തെ 3 കൊല്ലത്തെ സേവിങ്സുകളാണ് നിൻ്റെ ഒരു കാറ്.
അതായത് ഒരു 80,000 സാലറിയുള്ള ഒരു മനുഷ്യനെയാണ് പറയുന്നത്. അതിൽ ഏതെങ്കിലും സമയത്ത് ഒരു ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു കണ്ടിൻജൻസി വന്നാൽ അത് പോയി. ഒരു 3-3.5-4 കൊല്ലത്തിലാണ് ഒരു കാറ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അതിനുശേഷം ഒരു 50-60 ലക്ഷം ബഡ്ജറ്റിലൊരു വീട് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 12 കൊല്ലത്തെ സേവിങ്സ്. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോൾ ഒരു കാറ് വാങ്ങും, അല്ലെങ്കിൽ അതൊരു സി എക്കാരൻ്റെ മൈൻഡിലുണ്ടാകുന്ന തോട്ട് പ്രോസസ്സാണ് എന്ത് 40 ഒരു കണക്കുകൾ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് 40,000 സേവിങ്സിൽ എത്ര കൊല്ലം കൊണ്ട് എനിക്ക് കാറ് വാങ്ങാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത്. അതേസമയം ഈ സാലറി ഇല്ലാത്ത ഇപ്പം എൻ്റെ നാട്ടിലെ ഒരു ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായി, മൂപ്പര് നല്ല ദീനം തുനിയാവൊക്കെ എല്ലാം ഉള്ള ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായി, സ്കൂട്ടർ വാങ്ങി. ആ സ്കൂട്ടർ കംപ്ലൈൻ്റ് ആയി വേറൊരു സ്കൂട്ടർ വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു EMI അടക്കുന്നുണ്ട്, ബജാജ് ഫിൻകോർപ്പിൻ്റെ സംതിങ് എന്തൊരു EMI അടക്കുന്നു. അപ്പോൾ ഞാൻ ഇത് ഹറാമല്ലെന്ന് പറയുമ്പോൾ ശരിയാണ്, നമ്മൾക്ക് സമ്പാദ്യമില്ല, അപ്പോൾ എനിക്കിത് അത്യാവശ്യമാണ് ഈ സ്കൂട്ടർ, ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല, അപ്പോൾ എനിക്ക് എന്തായാലും ഇത് നിർബന്ധമായി വാങ്ങണം. അപ്പോൾ വണ്ടി വാങ്ങുക എന്നുള്ളത് ഒരു ഹറാമിനെ ഹലാലാക്കാൻ ഒരിക്കലും പാടില്ലല്ലോ. അപ്പോൾ അതിന് കണക്കായി നിങ്ങൾ ജീവിതത്തെ മാറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഏർണിങ്സ് കൂട്ടാനുള്ള വഴികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നോക്കുക എന്നല്ലാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ എനിക്ക് വണ്ടി ആവശ്യത്തിന് ഞാൻ പോയി EMI എടുക്കുകയാണ്, അല്ലെങ്കിൽ അത് ചെയ്യലെന്ന് പറഞ്ഞാൽ എത്രത്തോളം മോശമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ സേവിങ്സ് നിങ്ങളുടെ ഏർണിങ്സിനൊക്കെ കണക്കായിട്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു വീട് എത്ര ബഡ്ജറ്റിലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന കാർ ഏത് ബഡ്ജറ്റിലായിരിക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ഇന്ന് ആവശ്യമുണ്ട് എന്ന കാരണത്താൽ ഇത്രയും വലിയൊരു കോസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കയ്യിലുള്ള പോക്കറ്റിലുള്ള പൈസക്ക് മാത്രമല്ലേ നമുക്ക് മിഠായി വാങ്ങാൻ പറ്റൂ. അതേ പ്രോസസ്സ് തന്നെ ആയിരിക്കും ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മുടെ കയ്യിലേക്ക് വീഴുമ്പോഴും നമ്മളതിനെക്കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഇന്ന് നമുക്ക് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം തരത്തിലുള്ള സാലറി സ്കെയിലുകളുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ ഒരു 15-20 റേഞ്ചിൽ സാലറി ഉള്ള ഒരു ടീം ഉണ്ടാവും, 30-35 റേഞ്ചിൽ സാലറി ഉള്ള വേറൊരു ടീം ഉണ്ടാവും, ചിലപ്പം പിന്നെ 80 അല്ലെങ്കിൽ 70 ആ റേഞ്ചിലായിരിക്കും വേറൊരു ടീം ഉണ്ടാവുക. ചിലപ്പോൾ പിന്നെ അത് വിട്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും 2-3 ലക്ഷം റേഞ്ചിലുള്ള സാലറിയുള്ള ഒരു ടീം അങ്ങനെയൊക്കെ ആയിരിക്കണം ഉണ്ടാവുന്നത്. ഇവരെല്ലാവരും ഒരേ സ്റ്റൈലിലാണോ ജീവിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും ചെറിയ സ്കെയിൽ ഓഫ് സാലറി ഉള്ള ആളുകൾ 3 ലക്ഷക്കാരനെ കണ്ടിട്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ അയാൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡിനെ യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ വലിയൊരു ശതമാനം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് മാറ്റിവെക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ കുറേ ഞെക്കി ഞെരുങ്ങി ജീവിക്കുകയും ഒരു ബ്രാൻഡഡ് വലിയ ഷൂസ് ഇടുകയും ചെയ്യുന്ന തരത്തിലുള്ള ആ രൂപത്തിലുള്ള ഒരു കൾച്ചർ ഇപ്പം തുടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിലാണ് കേട്ടോ അതുള്ളത്. ഓക്കെ, ഇവിടെയൊക്കെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടായാൽ ശരിക്ക് നമ്മുടെ കുറേ അധികം നീഡ്സ് നടക്കും. ശരിക്കും ബേസിക് നീഡ്സ് നടക്കാൻ കുറേ ഫണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, തൃപ്തി ഉണ്ടാവുക എന്നുള്ളതേ ആവശ്യമുള്ളൂ. അപ്പം ചെറിയ വിലക്കും കിട്ടും, ഷൂസ് കിട്ടും, ചെറിയ വിലക്കും ഡ്രസ്സ് കിട്ടും, ചെറിയ വിലക്കും ഭക്ഷണം ഇൻ കേസ് അയാൾക്ക് മറ്റു ഓപ്ഷൻ ഇല്ല എങ്കിൽ റേഷൻ പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അയാൾക്ക് അയാളുടെ ലൈഫ് സ്റ്റൈലിനെ അല്ലെങ്കിൽ അയാളുടെ ജീവിതം നിലനിർത്താനും ബേസിക്കായിട്ടുള്ള ഒരു നിലവാരത്തിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാനും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഹെൽത്ത് ആണെങ്കിൽ കൂടിയും സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുറേ കൂടിയും കേരളം ബെറ്ററാണ് അതിലൊക്കെ. എന്നാൽ കൂടെയും സംഭവിക്കുന്ന ഒരു സാധനം എന്താ പറയുക, ലൈഫ് സ്റ്റൈലിനെ പ്ലേസ് ചെയ്യുന്നത് മിക്ക ആളുകളും വലിയ നിലവാരത്തിലാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറഞ്ഞ സാധനത്തിന് തിരിച്ചുത്തരം കിട്ടുക ലിവ് ഇൻ ദ മൊമെൻറ്റ്. നമ്മളങ്ങ് മരിച്ചു പോയാലോ, ഇപ്പോൾ ഉള്ളതല്ലേ ജീവിക്കേണ്ടതാണ്. ഞാൻ തിരിച്ചു വയ്ക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ മരിച്ചില്ലെങ്കിലോ, വാട്ട് ഇഫ് യുവർ കിഡ് മെറ്റ് വിത്ത് എൻ ആക്സിഡൻറ്റ്, വാട്ട് ഇഫ് യുവർ സ്പൗസ് ഗോട്ട് സിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഗോട്ട് സിക്ക്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കതായ രീതിയിലൊരു ഫണ്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ബ്രാൻഡഡ് സാധനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്ന ലൈഫ് സ്റ്റൈലോ വന്നിട്ട് ഇതിനെ പേ ചെയ്യില്ല. യു ഷുഡ് ഹാവ് എ ബാക്കപ്പ് പ്ലാൻ, യു ഷുഡ് ഹാവ് എ സേവിങ്സ്, യു ഷുഡ് ഹാവ് എവറിത്തിങ്. ഒരു പ്ലാൻ എ വർക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു പ്ലാൻ ബിയോ സിയോ നിങ്ങളുടെ കയ്യിൽ നിർബന്ധപൂർവ്വം ഉണ്ടായിരിക്കണം. ആ ഇൻകണ്ടിൻജൻസി നിങ്ങൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് തവക്കുലൊരു ഭാഗത്ത് ഉണ്ടെങ്കിൽ പോലും എന്തുണ്ട്, ഇങ്ങനൊരു സാധനം വരാലോ, അല്ലാണ്ട് ഒരു പരീക്ഷണം വന്നാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിനാരിയോ വന്നാൽ നിങ്ങൾ ഇതിനെ എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പിന്നെ ഒരു കാലത്ത് സന്തോഷകരമായി ജീവിച്ച് പെട്ടെന്നൊരു പോയിന്റിൽ സകല സന്തോഷങ്ങളും നശിപ്പിക്കുന്ന രീതിയിൽ വേറൊരു സാധനങ്ങൾ ജീവിതത്തിലേക്ക് വന്നു. പിന്നെ നിങ്ങളുടെ മെമ്മറിയിൽ അത് മാത്രമേ ഉണ്ടാവും.
പ്യുവർ റിഗ്രറ്റും ഉണ്ടാവും, ഇത്രയും കാലം ജീവിച്ച് മോശമായിപ്പോയി എന്നുള്ളൊരു, എൻ്റെ ഫിനാൻഷ്യൽ കൺസേൺസിൽ എൻ്റെ ജീവിതം മോശമില്ല എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവും. ഇനി അങ്ങോട്ട് എനിക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടത്താനുള്ള എൻ്റെ ഫുൾ പ്ലാനുകൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതും വലിയ പ്രശ്നമായിരിക്കുമല്ലോ. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ വീക്കിലി പുറത്തു പോയി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ മന്ത്ലി ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ ക്വാർട്ടർലി ഒരു ഫാമിലി ട്രിപ്പ് പോവുക, ഇയർലി ഗ്രാൻഡായിട്ട് ആനിവേഴ്സറീസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നോട്ട് എവറിബഡീസ് കപ്പ് ഓഫ് ടീ. അത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചെയ്യണ്ട എന്നല്ല, അതിലൊക്കെ സന്തോഷങ്ങളുണ്ടാവാം. പക്ഷേ അത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണ്. എല്ലാവരും അത് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് കണിശതയുള്ളൊരു സാമ്പത്തികമായി കണിശതയുള്ളൊരു ഭാര്യയും വരുമാന ബോധമുള്ളൊരു ഭർത്താവും ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും സൗന്ദര്യമായിരിക്കും. അതായത് കണിശത ഭർത്താവിനുണ്ടായാൽ ആ ഭർത്താവിനെ മോശമായിട്ടായിരിക്കും കുടുംബത്തിൽ ചിത്രീകരിക്കപ്പെടുക. അതേസമയം ഭാര്യയ്ക്ക് സാമ്പത്തിക കണിശതയും ഭർത്താവിന് എൻ്റെ വരുമാനം ഇത്രയും എന്നുള്ള പ്യുവർ ബോധം, അതിൽ മെയിലീഗോ ഒക്കെ എനിക്ക് ഇത്രയും വരുമാനമുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കി ഒരു വരുമാന ബോധമുള്ള ഭർത്താവ് ആകുന്നിടത്ത് ഒരു നല്ലൊരു കുടുംബം അവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണേ. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നെവർ ലിവ് എ ഡ്രീം ലൈഫ്. നിങ്ങളുടെ സ്വപ്നം കണ്ട ജീവിതങ്ങൾ ജീവിക്കരുത് ഇഫ് യു ആർ നോട്ട് ഹാവിങ് എ പ്രോപ്പർ ഏണിങ്സ്. അല്ലെങ്കിൽ ഈ ഡ്രീം ലൈഫ് ജീവിക്കാനുള്ള അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ മാത്രമുള്ള ഏണിങ്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നെവർ ലിവ് ദാറ്റ് ലൈഫ്. യു ഹാവ് ടു ലിവ് എ പീസ്ഫുൾ ലൈഫ്. യു ഷുഡ് ഹാവ് ടു ബി ഇൻ എ പീസ്ഫുൾ ലൈഫ്.